ഈശോയെ ഈ കൂട്ടായ്മയെ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ വികാരിയച്ഛനെ സമർപ്പിക്കുന്നു, അച്ഛൻ്റെ എല്ലാ വ്യക്തിപരമായ പ്രാർത്ഥനാ നിയോഗങ്ങൾ സമർപ്പിക്കുന്നു. ഈശോയെ ഈ നാൾ വരെ ഞങ്ങളോട് കാത്തു പരിപാലിച്ചു. നന്നായി ഒരു പ്രാർത്ഥന കൂട്ടായ്മ മുന്നോട്ട് നടത്തിക്കൊണ്ടു പോകാൻ അവിടുന്ന് അനുഗ്രഹിച്ചല്ലോ. ഈശോയെ നന്ദി പറയുകയാണ്. ഈ ഇടവകയെ സമർപ്പിക്കുന്നു, ഈ ഇടവകയിലെ എല്ലാ കുടുംബങ്ങളെയും സമർപ്പിക്കുന്നു. അതുപോലെ ഇന്ന് കടന്നു വന്നിരിക്കുന്ന എല്ലാ മക്കളെയും, എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും നമുക്ക് സമർപ്പിക്കാം. രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്ന മക്കൾ, ക്യാൻസർ രോഗത്താൽ, മാനസികമായ രോഗത്താൽ കുടുംബ സമാധാനമില്ലാതെ കഴിയുന്ന മക്കൾ, ഭവനത്തിൽ രോഗികളായി കഴിയുന്ന മക്കൾ, എല്ലാ പ്രാർത്ഥന നിയോഗങ്ങളും നമുക്ക് ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് ഇരുകരങ്ങളും ഈശോ ദൈവസന്നിധിയിലേക്ക് ഉയർത്തിക്കൊണ്ട് നമുക്ക് ഈശോയെ സ്തുതിക്കാം. യേശുവേ നന്ദി, ദൈവമേ 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 നന്ദി. ഈശോയെ അനുഗ്രഹിക്കണമേ, ഈ കൂട്ടായ്മയെ അനുഗ്രഹിക്കണമേ, ഈ മക്കളെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ദൈവമേ 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 നന്ദി. കർത്താവെ അനുഗ്രഹിക്കണമേ, വിഷമങ്ങൾ ഏറ്റെടുക്കണമേ, രോഗപീഠകൾ ഏറ്റെടുക്കണമേ. യേശുവേ നന്ദി, ദൈവമേ നന്ദി. ദുഃഖപീഠകൾ ഏറ്റെടുക്കണമേ. യേശുവേ നന്ദി, ദൈവമേ നന്ദി, ദൈവമേ നന്ദി, ദൈവമേ നന്ദി, ദൈവമേ നന്ദി, ദൈവമേ നന്ദി. പരിശുദ്ധ അമ്മേ മാതാവേ, സ്നേഹത്തോടെ അമ്മയെ കൂട്ടായ്മയെ സമർപ്പിക്കുകയാണ്. അമ്മേ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ എല്ലാ വിഷമങ്ങളും അമ്മ അറിയുന്നു. അമ്മ ഈശോയുടെ സന്നിധിയിൽ ഞങ്ങൾക്ക് വേണ്ടി അവിടുന്ന് നിരന്തരം മധ്യസ്ഥം. രോഗാവസ്ഥയിൽ കഴിയുന്ന മക്കൾ, ഭവനത്തിൽ സമാധാനമില്ലാതെ കഴിയുന്ന മക്കൾ, ജോലിയില്ലാതെ വിഷമിക്കുന്ന മക്കൾ, കടബാധ്യതയിൽ കഴിയുന്ന മക്കളെ സമർപ്പിക്കുന്നു. അമ്മയെ ഞാൻ പ്രത്യേകമായി ഞങ്ങളുടെ സജിയച്ഛനെ ഈശ്വരകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. സജിയച്ഛനായിരിക്കുന്ന അവസ്ഥകൾ, സജിയച്ഛൻ്റെ ശാരീരികമായ വേദനകൾ, അതെല്ലാം അവിടെ ഏറ്റെടുക്കണമേ. ഒരു പരിപൂർണ്ണ സൗഖ്യം നൽകണമേ. അച്ഛൻ്റെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും ഈശോയെ അവിടെ ഏറ്റെടുക്കുന്നതിന് വേണ്ടി പരിശുദ്ധ അമ്മ നിരന്തരം മധ്യസ്ഥം വഹിക്കണമേ. അതുപോലെ ഷാജി ബ്രദറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ മകൻ്റെയും വ്യക്തിപരമായ പ്രാർത്ഥനാ നിയോഗങ്ങൾ അവിടെ ഏറ്റെടുക്കണമേ. പാപിയായ എന്നെയും സമർപ്പിക്കുന്നു. അമ്മ ഈശോയുടെ സന്നിധിയിൽ എന്നെയും എൻ്റെ കൂടെ വന്നിരിക്കുന്ന മക്കളെ സമർപ്പിക്കുന്നു. അമ്മ ഈശോയുടെ സന്നിധിയിൽ നിരന്തരം സമ്മതിക്കണമേ. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുവൻ സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നന്മ നിറഞ്ഞ മറിയമേ, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ദുരിതത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. നന്മ നിറഞ്ഞ മറിയമേ, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ദുരിതത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. നന്മ നിറഞ്ഞ മറിയമേ, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ദുരിതത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സ്തുതിയായിരിക്കട്ടെ. നമുക്കിരിക്കാം. അച്ഛൻ സംഗീതത്തിന്റെ സൈഡിലുണ്ട്. ആർക്കെങ്കിലും സംസാരിക്കണമെങ്കിൽ പോയി സംസാരിക്കാം. ഹല്ലേലൂയ. എല്ലാവർക്കും സുഖമാണോ? സുഖമില്ലേ? ഇല്ലേ? എല്ലാവരും ചിരിക്കുന്നേ ഉള്ളൂ. ദൈവത്തിന് നന്ദി പറയാം. ഏതാണ്ട് വരുന്ന ഒരാഴ്ചയും കൂടി ഉണ്ടാകുള്ളൂ ഈ പ്രാർത്ഥന കൂട്ടായ്മ. പിന്നെ പ്രാർത്ഥന കൂട്ടായ്മ വേണമെന്നുണ്ടെങ്കിൽ ദൈവം ആഗ്രഹിക്കണം, വരുന്ന അച്ഛൻ ആഗ്രഹിക്കണം. അപ്പോൾ ഇത്രയും നാളും ദൈവം ഈ നിലയിൽ അവിടുന്ന് കാത്തു പരിപാലിച്ചതിനെ ഓർത്ത് നന്ദി പറയുകയാണ്. നമുക്ക് പ്രാർത്ഥനയിലായിരിക്കാം. ദൈവത്തിന് നന്ദി പറയാം. ഞാൻ ഇന്നലെ ഒരു രോഗിയായ ഒരു മകളുടെ അടുത്ത് പ്രാർത്ഥിക്കാനായി പോയി. കൈയുടെ മസിൽ വിണ്ട് കയറുക. പുറത്ത് നോക്കിയാലൊന്നും കാണില്ല. കൈയുടെ ഉള്ളിൽ മസിൽ വിണ്ട് കയറുക. പല ആശുപത്രി കാണിച്ചു, ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ പ്രാർത്ഥിക്കാം, ദൈവം സുഖപ്പെടുത്തിയാലേ എന്ന് ഞാൻ ആ മകളോട് ചോദിച്ചപ്പോൾ ആ മകൾ പറഞ്ഞു, ഇത് സുഖപ്പെടുത്തിയാല എന്നുള്ള രീതിയിലാണ് സംസാരിച്ചത്. നമ്മളും ഇങ്ങനെയാണ്. ചിലതൊന്നും ദൈവത്തിന് പ്രവർത്തിക്കാൻ സാധിക്കില്ല എന്നാണ് നമ്മൾ ധരിച്ചു വച്ചിരിക്കുക. ഞാൻ ആ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി, ദൈവത്തിന് സാധിക്കും, നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ ആ ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പോൾ ഞാൻ ഈ ചേച്ചിയെ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ഒരു രോഗസൗഖ്യം, അടുത്ത നാളിൽ നടന്ന ഒരു രോഗസൗഖ്യം ഈ ചേച്ചിയായിട്ട് പങ്കുവെച്ചു.
നമ്മളൊക്കെ ബെഡേലും പായാലൊക്കെയാണ് കിടക്കുക. എന്നാൽ നിങ്ങളുടെയൊക്കെ പ്രായമുള്ള ഒരു ചേച്ചി വാഴയിലയിൽ വെട്ടി ഒരു 4 ദിവസത്തേക്കുള്ള വാഴയില വെട്ടി വെയിലത്തിട്ട് വാട്ടി അടുക്കി വെച്ചേക്കുകയാണ്. അതിനകത്തുനിന്ന് വലിയ വാഴയില എടുത്ത് തറയിലിട്ടിട്ട് ആ വാഴയിലാണ് കിടക്കുക. എന്നെ ശാലോമിൽ നിന്നും ഉള്ള ആൾക്കാരാണ് എന്നെ വിളിച്ചത്. അങ്ങനെ ഞാൻ ചെല്ലുമ്പോൾ ഞാനും എൻ്റെ അനിയനും കൂടിയാണ് പോയത്. കല്ലാനോടെന്നൊരു ചേട്ടനുമുണ്ട്. ആ വീടിൻ്റെ റൂമിലേക്ക് കയറുമ്പോൾ എനിക്ക് ശരീരം പഴുത്ത് ദുർഗന്ധം പുറത്തേക്ക് ആണ്. ഇതിനകത്ത് ആ റൂമിൽ കയറി നിൽക്കാൻ പറ്റില്ല. എനിക്കൊരു ചെറിയൊരു മണം വന്നാൽ അന്നേരം ഞാൻ ഛർദ്ദിക്കും. ഞാൻ ഒന്ന് ഓക്കാനിച്ചു. അപ്പോൾ ഞാൻ ദൈവത്തോട് തന്നെ പറഞ്ഞു, ഈശോയെ, പ്രാർത്ഥിക്കാൻ വന്ന ആള് ഛർദ്ദിക്കുന്ന ഒരു അവസ്ഥ എങ്ങനെയായിരിക്കും? അപ്പോൾ അവർ പറഞ്ഞു, ഒരു 5 മിനിറ്റ് നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യണം, ഒന്ന് പ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യണം. അപ്പോൾ ഞാൻ ഓർത്തു, ഞാൻ ഈ രോഗം ഇത്രമാത്രം കൂടുതലാണെന്ന് ഞാൻ അറിഞ്ഞില്ല. അങ്ങനെ 5 മിനിറ്റ് കഴിയുമ്പോൾ ഒരു വെള്ള തുണി, ഒരു ഡബിളിൻ്റെ തുണി ശരീരത്തിലിങ്ങനെ 2 സൈഡിൽ 2 തലവണയൊക്കെ വെച്ച് ഈ തുണിയിട്ട് പൊതിഞ്ഞു. ഞാൻ കയറി ചെല്ലുമ്പോഴും ഈ ദുർഗന്ധം ആ റൂം നിറച്ചുണ്ട്. ശരീരം ആ ചേച്ചിയുടെ വലതുവശ ബ്രസ്റ്റിൻ്റെ അവിടെ വലിയൊരു കുഴിയാണ്. സോറിയാസിസ് രോഗമാണ്. 8 വർഷമായി ഈ മകള് ഈ രോഗത്തിൻ്റെ പിടിയിലൂടെ കടന്നു പോകുന്നു. അപ്പോൾ ഞാൻ ഈ ചേച്ചിയോട് ചോദിച്ചു, ചേച്ചി, ഈ രോഗം ഈശോ സുഖപ്പെടുത്തുമെന്ന് ചേച്ചി വിശ്വസിക്കുന്നുണ്ടോ? ചേച്ചി മറുപടി പറഞ്ഞു, ഇല്ല എന്ന് മറുപടി പറഞ്ഞു. ചേച്ചിയുടെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. 8 വർഷമായി ഈ രോഗപീഠയിലൂടെ ഈ ചേച്ചി കടന്നു പോവുകയാണ്. പ്രതീക്ഷകൾ എല്ലാം നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ ഞാൻ വീണ്ടും ചോദിച്ചു, ചേച്ചി പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടോ? എനിക്ക് പറ്റുന്നില്ല. പിന്നെ ചേച്ചിയുടെ സംസാര രീതി ഇച്ചിരി ഗൗരവമായി. ഞാൻ പറഞ്ഞു, ചേച്ചി നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവം സൗഖ്യം തരും എന്ന് പറഞ്ഞ് ഈ ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കഴിഞ്ഞു. ഞാൻ പറഞ്ഞു, ഈശോ സൗഖ്യം തരും, ചേച്ചി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ജപമാല ചെല്ലാൻ ചേച്ചിക്ക് പറ്റിയല്ല. ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഈശോയെ നന്ദി, ഈശോയെ നന്ദി എന്ന് മാത്രം പറഞ്ഞാൽ മതി. ചേച്ചി ഒരു മനസ്സോടുകൂടി അത് സമ്മതിച്ചു. തലേന്ന് കുലുക്കി. ഞങ്ങൾ പ്രാർത്ഥന കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോന്നു. പിറ്റേ ദിവസം മുതൽ ഈ ശരീരത്തിലെ വ്രണങ്ങൾ കരിയാൻ തുടങ്ങി. 3-ാം ദിവസം പരിപൂർണ സൗഖ്യമായി. ഹല്ലേലൂയ. കോഴിക്കോട് നിംസ് ആശുപത്രിയിലാണ് ഈ ചേച്ചി ചികിത്സിച്ചുകൊണ്ടിരുന്നത്. 8 വർഷമായി ആ ഹോസ്പിറ്റലിലാണ് ചികിത്സിക്കുക. ഒരിക്കലും സുഖപ്പെടില്ല എന്ന് ഡോക്ടർമാർ വിധി എഴുതി. ചേച്ചി സുഖപ്പെട്ട നേരെ ഈ ആശുപത്രിയിൽ ഡോക്ടറെ കാണാൻ ചെന്നു. ഡോക്ടർ ഇരുന്ന സീറ്റിൽ നിന്നും ചാടി എഴുന്നേറ്റെന്നാണ് ഈ ചേച്ചി പറഞ്ഞത്. അങ്ങനെ ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ഈ ചേച്ചിയോട് ഡോക്ടർ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇന്നപോലെ ഒരു ചേട്ടൻ വന്ന് പ്രാർത്ഥിച്ചതാണ്, ഈശോ സൗഖ്യം നൽകി. ആ ചേട്ടനെ എനിക്കൊന്ന് കാണണമെന്ന് ഈ ചേച്ചിയോട് ഈ ഡോക്ടർ പറഞ്ഞെന്നാണ് പറഞ്ഞത്. എന്നാലും പ്രിയമുള്ളവരെ, പരിപൂർണ സൗഖ്യം വാഴയിലയിൽ കിടന്ന ആ മകൾക്ക് ഇന്ന് ബെഡേൽ കിടക്കാവുന്ന രീതിയിലേക്ക് പരിപൂർണ സൗഖ്യം ദൈവം നൽകി. ഇന്ന് ഞാൻ ആ ചേച്ചിയോട് പ്രാർത്ഥിച്ച കൈ വിണ്ടുകീറിയ ചേച്ചിയോട് പറഞ്ഞു, അതുകൊണ്ട് ദൈവത്തിനൊന്നും അസാധ്യമായി ഒന്നുമില്ല. പ്രിയമുള്ളവരെ, ഈ കാലഘട്ടത്തിൽ ഒത്തിരിയേറെ രോഗികളെ ഈശോ ഇന്നും സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. പ്രാർത്ഥനയ്ക്ക് ഉത്തരം ദൈവം തരുന്നു. പക്ഷേ പലപ്പോഴും നമ്മുടെ വിശ്വാസം ക്ഷയിച്ചു പോയിട്ടുണ്ടോ? നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്, ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കാറുണ്ട്, നമ്മൾ എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത് ദൈവത്തിന് ചെയ്തു തരാൻ സാധിക്കുമോ എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കും. ഇത് സാധിക്കുമോ? ആ മകള് കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളുടെ ഇടവകയിൽ വന്നു. ഞങ്ങളുടെ പടത്തുകടമെന്ന് പറയുന്ന ഇടവകയിലാണ് മകള്. മോളി ചേച്ചി എന്നാണ് പേര്. ആ ചേച്ചി വന്നപ്പോൾ ചേച്ചിയെ തിരിച്ചറിയാൻ മേലാത്ത അത്ര രീതിയിൽ ആൾ മാറിപ്പോയി. സൗന്ദര്യവതിയായി 2 മക്കള്. ഇന്ന് അത് കഴിഞ്ഞ് വിശുദ്ധ നാട് കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. നോക്കുക, ഒരു വലിയ രോഗസൗഖ്യം 8 വർഷം പീഡ അനുഭവിച്ച ഒരു മകൾക്ക് ഒരൊറ്റ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം കൊടുത്തു. എൻ്റെ കഴിവല്ല, ദൈവമാണ് പ്രവർത്തിച്ചത്. അതുകൊണ്ട് ഇവിടെ ഇരിക്കുമ്പോൾ നമ്മൾ ഓർക്കുക, ദൈവം ഇന്നും പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഈശോ ഏറ്റെടുത്ത് ഉത്തരം തരുമെന്ന് നമ്മൾ വിശ്വസിക്കുക. ഹല്ലേലൂയ. നമ്മളെ പലപ്പോഴും നമ്മൾ ചിന്തിക്കും, പ്രാർത്ഥിച്ചിട്ട് എന്തിയെ ഉത്തരം കിട്ടാത്തത്?
പ്രിയമുള്ളവരെ, പ്രാർത്ഥിച്ചിട്ട് ഉത്തരം ദൈവം തരും. ഇന്നല്ലെങ്കിൽ നാളെ ഉത്തരം തന്നിരിക്കും. ഈ 17 വർഷക്കാലം എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചതും ഇതുപോലെ എത്ര രോഗസൗഖ്യങ്ങൾ വേണമെങ്കിലും എനിക്ക് പറയാൻ സാധിക്കും. ദൈവം പ്രവർത്തിച്ചതാണ്. എൻ്റെ മഹത്വത്തിന് വേണ്ടി പറയല്ല, ഈശോ ഇന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ദൈവത്തിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന അരിയിൽ അവിടെ അത്ഭുതങ്ങൾ കാണാൻ സാധിച്ചിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. ഈ അടുത്ത പ്രദേശത്ത് ക്യാൻസർ രോഗം സുഖപ്പെടുത്തിയ ചേച്ചി ഇതിനിവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ഇതുപോലെ എത്രയോ രോഗസൗഖ്യങ്ങൾ. ഒരു അനുഭവ സാക്ഷ്യം കൂടി, ഞങ്ങൾ കല്ലാനോടുള്ള ക്യാൻസർ രോഗം ബാധിച്ച ഒരു ചേച്ചി പല ആശുപത്രിയിലും പോയി ചികിത്സിച്ചു. ഡോക്ടർമാർ വിധി എഴുതി ഏതാണ്ട് 1 മാസമേ ജീവിച്ചിരിക്കുകയുള്ളൂ. ഈ ചേച്ചിയുമായി അട്ടപ്പാടി ധ്യാന കേന്ദ്രത്തിൽ പോയി. ധ്യാനത്തിന് ചെന്നപ്പോൾ അവർക്ക് സീറ്റ് കിട്ടില്ല, അവരെ പറഞ്ഞയച്ചു. അങ്ങനെ കോടഞ്ചേരിയിൽ അവരുടെ കുടുംബക്കാർ എൻ്റെ നമ്പർ കൊടുത്തു ഞങ്ങളുടെ പള്ളിയിലേക്ക്. ഈ ചേച്ചിയും ചേച്ചിയുടെ 3 മക്കളും ആയി അടങ്ങിയ അവർ ഞങ്ങളുടെ കൂട്ടായ്മയിലേക്ക് വന്നു. ഇവർ പ്രാർത്ഥന കഴിഞ്ഞു. ഇവർ പോകുന്ന സമയത്ത് ഇവർ പോകുന്നില്ല, ആ പള്ളിയിൽ തന്നെ നിൽക്കുന്നു. എന്താ പോകാത്തതെന്ന് ചോദിച്ചപ്പോൾ ഇനിയും 26 ദിവസം കൂടിയേ ജീവിച്ചിരിക്കുകയുള്ളൂ. ഞാൻ പറഞ്ഞു, അതാര് പറഞ്ഞു? ഡോക്ടർമാർ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ദൈവമല്ലേ, ജീവൻ നൽകുകയും ജീവൻ എടുക്കുകയും ചെയ്യുന്നത് ദൈവമാണ്, അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു. ഈ മകൾക്ക് വേണ്ടി രണ്ടാമതൊന്നും കൂടി ആ ഞങ്ങളുടെ പുതുപ്പാടി പള്ളി വെച്ച് പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കഴിഞ്ഞു. അവർ കൂട്ടത്തോടെ കരച്ചിലായി. എൻ്റെ കയ്യിലിരിക്കുന്ന ജപമാലയൊക്കെ മേടിച്ച് വായിലിട്ട് ചപ്പാൻ തുടങ്ങി. ഞാനും ആദ്യ ഒരു കാലഘട്ടമാണ് പ്രാർത്ഥനയ്ക്ക് കടന്നു വന്ന കാലഘട്ടം. ഞാനും പേടിച്ചു. ക്യാൻസർ രോഗമായി വന്ന മകള് മാനസികമായി സമതലെത്തുന്ന അവസ്ഥയിലേക്ക് എൻ്റെ കൂടെയുള്ളവരെല്ലാവരും പ്രാർത്ഥന നിർത്തി. എല്ലാവരും എന്താണ് സംഭവിക്കുന്നതെന്ന് കാണാൻ തുടങ്ങി. ആ നിമിഷം കണ്ണടച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ദൈവം പറഞ്ഞു, നീ എന്നെ വിളിച്ചങ്ങ് സ്തുതിക്കാൻ പറഞ്ഞു. ഞാൻ വീണ്ടും ദൈവത്തെ വിളിച്ച് സ്തുതിക്കാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ കൂടെയുള്ളവർ പ്രാർത്ഥിച്ചു. ആ നിമിഷം ആ പുള്ളിക്കാരത്തി മയങ്ങിപ്പോയി. ആ പുള്ളിക്കാരത്തി തന്നെ പറയുകയാണ്, എനിക്ക് ആ ഒരു മയക്കം കഴിഞ്ഞ് പുള്ളിക്കാരത്തി എഴുന്നേറ്റപ്പോൾ എനിക്ക് ഈശോ സൗഖ്യം നൽകി. ഞാൻ ദൈവത്തിൻ്റെ കരം, ആണിപ്പോടുള്ള കരം എനിക്ക് കാണാൻ സാധിച്ചെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, തിങ്കളാഴ്ച ദിവസം പോയി സ്കാൻ ചെയ്ത് നോക്കൂ. സ്കാൻ ചെയ്യുമ്പോൾ ക്യാൻസർ രോഗം പരിപൂർണ സൗഖ്യം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, അത് കഴിഞ്ഞ് ദൈവം 3 മക്കളാണ് അവർക്കുള്ളത്. ഒരു കുഞ്ഞിനെയും കൂടെ ദൈവം കൊടുത്തു. 4 മക്കളായി സുഖമായി ജീവിക്കുന്നു. അപ്പോൾ ഈ ചേട്ടന് മാനസികമായ രോഗിയാണ്, വർഷങ്ങളായി മരുന്ന് കഴിക്കുന്നുണ്ട്. അങ്ങനെ ഈ ക്യാൻസർ സുഖപ്പെട്ട് കഴിഞ്ഞപ്പോൾ വീണ്ടും ഈ ചേട്ടൻ പ്രാർത്ഥന കൂട്ടി. അപ്പോൾ ഈ മകന് രോഗമുണ്ട് എന്ന് കരുതി വീട്ടുകാരെ കുടുംബക്കാരെല്ലാവരും കൂടി പിടിച്ചു കെട്ടി കോഴിക്കോട് ആശുപത്രിയിൽ കൊണ്ടുപോയി 2 ദിവസം അവിടെ കിടത്തി മരുന്ന് കൊടുത്തു വിട്ടു. ഞാൻ അന്നേരം ഈ ചേച്ചിയോട് ചോദിച്ചു, ചേച്ചി എന്താ ദൈവത്തിന് സാധിക്കുകയല്ലേ ഈ മാനസിക രോഗം എടുത്തു മാറ്റാൻ? ചേച്ചി പറഞ്ഞ മറുപടി, ഒരിക്കലും പറ്റില്ല. ഹല്ലേലൂയ. മാനസിക രോഗം ഒരിക്കലും സുഖപ്പെടുത്താൻ പറ്റില്ല എന്ന് ഈ ചേച്ചി പറഞ്ഞു. ഞാൻ പറഞ്ഞു, ക്യാൻസർ സുഖപ്പെട്ട നിങ്ങൾ തന്നെ വേണം ഇത് പറയാൻ. ഈ രോഗവും ഒരു നിമിഷം മതി ദൈവത്തിന് എടുത്തു മാറ്റാൻ സാധിക്കുമെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. ഞാൻ അവിടെ ചെന്നിട്ട് ഡോക്ടർമാർ കൊടുത്തു. ഈ ചേട്ടനെ വേണ്ടി പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കഴിഞ്ഞ് ഡോക്ടർമാർ കൊടുത്ത മരുന്ന് ഞാൻ എടുത്തുകൊണ്ടിങ്ങ് പോന്നു. ഇനിയും മരുന്ന് കഴിക്കേണ്ടെന്ന് പറഞ്ഞു. ഇന്നാണെങ്കിൽ ഞാൻ ചെയ്യില്ല. അന്ന് ഞാൻ അത് ചെയ്തു. പ്രിയമുള്ളവരെ, ഇന്നേ വരെ വീണ്ടും മരുന്ന് കഴിച്ചിട്ടില്ല, സുഖമായി ജീവിക്കുന്നു. അപ്പോൾ നമ്മുടെയൊക്കെ കണക്കൂട്ടലാണ് മാനസിക രോഗം ദൈവത്തിന് സുഖപ്പെടുത്താൻ സാധിക്കില്ല. നമ്മളിങ്ങനെ കരുതി വച്ചിട്ടുണ്ട് ഇന്ന രോഗമേ ദൈവത്തിന് സാധിക്കുകയുള്ളൂ. മാനസിക രോഗികൾക്ക് വേണ്ടി ധ്യാനം നടത്തി ഞങ്ങൾ ചാത്തുങ്കോട്ട് നടാം. ഏതാണ്ട് 48ഓളം മാനസിക രോഗികളുണ്ടായിരുന്നു. അതിൽ 28ഓളം പേര് പരിപൂർണ സൗഖ്യം, ഒരു മരുന്നും കഴിക്കാതെ ഇന്ന് ജീവിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ ദൈവം ഇന്നും പ്രവർത്തിക്കുന്നുണ്ട് പ്രിയമുള്ളവരെ. അതുകൊണ്ട് നമ്മളുടെ ചിന്തയല്ല ദൈവത്തിൻ്റെ ചിന്ത, നമ്മൾ കരുതുന്ന കരുതലല്ല ദൈവം നമ്മളെ കരുതുക. ഏത് മകനാണോ ഏത് മകളാണോ രോഗാവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ ദൈവം പറയുന്നു, എനിക്ക് അസാധ്യമായി ഒന്നുമില്ല. നിങ്ങൾ എന്നെ വിളിച്ചപേക്ഷിച്ച ഞാൻ നിങ്ങളുടെ അരിയിലേക്ക് കടന്നു വരുമെന്നുള്ള തിരുവചനം. അപ്പോൾ നമ്മൾ വിളിച്ചപേക്ഷിക്കാൻ നമുക്ക് സാധിക്കണം. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 7-ാം തിരുവചനം, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. നമുക്ക് പലപ്പോഴും നമ്മൾ ചോദിക്കും, ദൈവം തരുന്നില്ല. പക്ഷേ തരുന്നില്ലെങ്കിൽ നമ്മളൊന്ന് മനസ്സിലാക്കണം, ദൈവത്തിനൊരു സമയമുണ്ട്. ആ സമയത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കണം. പ്രിയമുള്ളവരെ, ഇന്ന് പലപ്പോഴും
ഈ ദിവസങ്ങളിലൊക്കെ പ്രാർത്ഥിക്കാൻ ചെല്ലുമ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ആരോ എന്തോ ചെയ്തതാണ്. പ്രിയമുള്ളവരെ, ഇന്ന് ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഓർക്കും എന്നും ഇതാണോ പറയാനുള്ളത്? പ്രിയമുള്ളവരെ, ഈ ദിവസങ്ങളിൽ നമ്മൾ ധ്യാനം കൂടാറുണ്ട്, പല ധ്യാന കേന്ദ്രത്തിൽ പോകാറുണ്ട്, മുറ്റിന് ധ്യാന കേന്ദ്രമുണ്ട്, എല്ലാമുണ്ട്, പള്ളികളുണ്ട്, ബലിയിൽ പങ്കെടുക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ വിശ്വാസം എവിടെയാണ്? നമ്മുടെ വിശ്വാസം മറ്റുള്ളവർ പറയുന്ന അതിലാണ്. നമ്മൾ പ്രാർത്ഥിച്ചു കിട്ടിയില്ല, അല്ലെങ്കിൽ പ്രാർത്ഥനക്കാർ പ്രാർത്ഥിച്ചു കിട്ടിയില്ല എങ്കിൽ വേഗം എടുക്കുന്ന ഒരു മറുപടിയാണ്, ആരോ എന്തോ ചെയ്തതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത് കിട്ടാത്തത്. പ്രിയമുള്ളവരെ, ഉൽപ്പത്തിയുടെ പുസ്തകം 1-ാം അധ്യായം 38-ാം തിരുവചനമാണെന്ന് തോന്നുന്നു. ദൈവം എല്ലാം സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു, എല്ലാം നന്നായിരിക്കുന്നു. 31-ാം തിരുവചനം ഉൽപ്പത്തി 1:31 പറയുന്നു, ദൈവം സൃഷ്ടിച്ചതെല്ലാം നന്നായിരിക്കുന്നു. പക്ഷെ നമുക്കാണ് ഇത് കുഴപ്പം. നമുക്ക് അവിടെ വീട് പണിതാൽ കുഴപ്പം, ഇവിടെ താമസിച്ചാൽ കുഴപ്പം, മറ്റൊരാള് അയൽവാസിയാണെങ്കിൽ കുഴപ്പം, നമുക്കെല്ലാം പ്രശ്നമാണ്. പക്ഷെ ദൈവം പറയുന്നു, ദൈവം ഈ ലോകത്തെ സൃഷ്ടിച്ചിട്ട് ദൈവം പറഞ്ഞു എല്ലാം നന്നായിരിക്കുന്നു. ഈ നന്നായിരിക്കുന്നത് എങ്ങനെ മോശമായി? പ്രിയമുള്ളവരെ, അത് നമ്മുടെ കയ്യിരിപ്പ് കൊണ്ടാണ്. നമ്മുടെ കയ്യിരിപ്പ് കൊണ്ടാണ് നമ്മൾക്ക് ഈ മോശങ്ങൾ സംഭവിച്ചത്. എത്ര ഉദാഹരണം എനിക്ക് പറയാൻ സാധിക്കും. ഞങ്ങള് ചുണ്ടേല് ഒരു മകനെ പ്രാർത്ഥിക്കാനായി ചുണ്ടേലെ വികാരിയച്ഛൻ ഞങ്ങളെ പറഞ്ഞു വിട്ടു. അവിടെ ചെന്നു. ചേട്ടനും അനിയനും കൂടെ വഴക്കാണ്, ഒരു അതിരിൻ്റെ വിഷയമാണ്. ആ മകന് വേണ്ടി ഞങ്ങൾ സംസാരിച്ചു. ആ മകനോട് പറഞ്ഞു, ആ സ്ഥലം വിട്ടുകൊടുക്ക്, ഒരു 1.5 സെന്റ് സ്ഥലമേ ഉള്ളൂ, വിട്ടുകൊടുക്ക്. 10-18 ഏക്കർ സ്ഥലമുണ്ട്, രണ്ടുപേർക്കും 18 ഏക്കറോളം സ്ഥലമുണ്ട്, ഒന്ന് വിട്ടുകൊടുക്ക്. ആ മകൻ ജന്മം ചെയ്താൽ വിട്ടുകൊടുക്കില്ല. പ്രിയമുള്ളവരെ, സംസാരിച്ചിട്ട് വർഷങ്ങളായി, ഒന്ന് ക്ഷമിക്കാൻ സാധിക്കുന്നില്ല. ഞാൻ മണിക്കൂറുകൾ എടുത്തു ആ വീട്ടിൽ നിന്നുകൊണ്ട് ഈ മകനെ ഒന്ന് സംസാരിപ്പിക്കാൻ അച്ഛൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിടാൻ. ആ മകൻ പറഞ്ഞു, ഞാൻ സംസാരിക്കുകയില്ല, ആ കോടതിയിലാണ് കേസ്, കോടതി വിധി വന്നിട്ടേ സംസാരിക്കുകയുള്ളൂ. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു, കോടതി വിധി വരുന്നിടം വരെ ചേട്ടൻ ജീവിച്ചിരിക്കുമെന്ന് എന്താണ് ഉറപ്പ്? ഇന്ന് ഞാൻ ഇങ്ങോട്ട് വന്നു, ഞാൻ ചേട്ടനോട് പറഞ്ഞു, ചേട്ടൻ്റെ വീട്ടിലേക്ക് ഞാൻ ഇന്ന് വന്ന് വീട്ടിലേക്ക് തിരിച്ചെത്തുമെന്ന് എനിക്കറിയില്ല, അത് ദൈവത്തിൻ്റെ കാര്യങ്ങളിലാണ്. അതുകൊണ്ട് ചേട്ടൻ എന്ത് ഉറപ്പിലാണ് പറയുക? കോടതി വിധി വരുന്നത് വർഷങ്ങൾ കഴിയും, അതുകൊണ്ട് ആ സ്ഥലം വിട്ടുകൊടുക്ക്, എന്നിട്ട് ആ ചേട്ടനോട് അല്ലെങ്കിൽ അനിയനോടൊന്ന് ക്ഷമിക്കുമെന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, ആ മകൻ ക്ഷമിക്കാൻ തയ്യാറായില്ല. അന്ന് രാത്രിയിൽ ആ മകൻ മരിച്ചു. ഞങ്ങൾക്ക് ഒത്തിരിയേറെ വിഷമം തോന്നി. എന്നെ വിളിച്ചു പറഞ്ഞു, ആ മകൻ അന്ന് രാത്രിയിൽ അറ്റാക്ക് വന്ന് മരിച്ചു. നോക്കുക, 1.5 സെന്റ് സ്ഥലം ഒന്ന് വിട്ടുകൊടുത്തുകൊണ്ട്, ഒന്ന് ചേട്ടനോടൊന്ന് ക്ഷമിച്ച്, ഒന്ന് സംസാരിച്ച്, പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഒരുക്കത്തുള്ള ഒരു കൃപ ആ മകന് കിട്ടിയില്ല. ഇതുപോലെയാണ് നമ്മളും പലപ്പോഴും ദൈവത്തിൻ്റെ അനുഭവം അല്ലെങ്കിൽ ദൈവസ്നേഹം അനുഭവിച്ചറിയാൻ വേണ്ടി നമ്മളും പലരും നമ്മുടെ അരിയിൽ വരും. പക്ഷേ നമ്മൾ കരുതും, ഇന്നല്ല നാളെ ഞാൻ മാറിക്കോളാമെന്ന്. പ്രിയമുള്ളവരെ, നാളത്തെ ദിവസം ചിലപ്പോൾ ഉണ്ടെന്ന് ഈ ഇവിടെ ഇരിക്കുന്ന നമുക്കോ അല്ലെങ്കിൽ ആർക്കും അറിയാൻ പറ്റില്ല. അത് ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. നാളത്തെ ദിവസം ഉണ്ടെങ്കിൽ ഉണ്ടോ ഇല്ലയെന്ന് നമുക്കറിയാൻ സാധിക്കില്ല. അതുകൊണ്ട് ദൈവത്തോട് മത്സരിക്കാൻ നിൽക്കരുത്. പ്രിയമുള്ളവരെ, ദൈവം ആണ് നമ്മളെ കാക്കുകയും പരിപാലിക്കുകയും ചെയ്യുക. ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിച്ചാൽ ദൈവം ഉത്തരം തരും. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 7-ാം തിരുവചനം, നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്ക് നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുവിൻ, നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്ക് നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുവിൻ, നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ വാക്ക് നമ്മൾ നിലനിൽക്കണം. നിലനിൽക്കണമെങ്കിൽ ഈ വചനമെടുത്ത് വായിക്കണം. പ്രിയമുള്ളവരെ, ഇന്ന് ബൈബിൾ വായിക്കാൻ നമുക്ക് സമയമില്ല, ഇന്ന് ബലിയർപ്പണത്തിൽ പങ്കെടുക്കാൻ നമുക്ക് സമയമില്ല, ബാക്കി എല്ലാ കാര്യങ്ങൾക്കും സമയമുണ്ട്. പക്ഷേ വചനം വായിക്കാൻ നമുക്ക് സമയമില്ല, നമുക്ക് പ്രാർത്ഥിക്കാൻ സമയമില്ല, ഒന്നിനും സമയമില്ല. പക്ഷേ 1000 മെഴുകുതിരി കത്തിക്കാൻ നമുക്ക് സമയമുണ്ട്. പ്രിയമുള്ളവരെ, ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഓർക്കും, എന്താ ഇങ്ങനെ പറയുന്നത്? ഞാനും 1000 മെഴുകുതിരികൾ, എത്രയോ മെഴുകുതിരികൾ കത്തിച്ചിട്ടുണ്ട്, ഒന്നും സംഭവിച്ചിട്ടില്ല. പ്രിയമുള്ളവരെ, അത് കത്തിത്തീരുകയല്ലാതെ വേറെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകില്ല. പക്ഷേ ഞാനിന്ന് മാതാവിൻ്റെ മുന്നിൽ മെഴുകുതിരി കത്തിച്ചു, അത് ഒരു പ്രകാശം മാത്രമേ ഉള്ളൂ. അല്ലാതെ എൻ്റെ കടബാധ്യത തീരണമെങ്കിൽ 1000 മെഴുകുതിരി കത്തിച്ച് തീരുമെങ്കിൽ ഞാൻ 1000 മെഴുകുതിരി ഞാൻ മേടിച്ചു തരാം, നിങ്ങൾ ആ പ്രശ്നം ഒന്ന് തീർത്തതാ. പക്ഷെ ദൈവം ഇടപെടണം. ജീവിക്കുന്ന ദൈവത്തിന് മെഴുകുതിരിയല്ല ആവശ്യം. പ്രിയമുള്ളവരെ,
ജീവിക്കുന്ന ദൈവത്തെ വിളിച്ചപേക്ഷിക്കുകയാണ് വേണ്ടത്. അല്ലാതെ 1000 മെഴുകുതിരി കത്തിച്ചേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പോയി 1000 മെഴുകുതിരി കത്തിച്ചാൽ നമ്മുടെ കയ്യിലിരിക്കുന്ന പൈസയെ തീരുകയുള്ളൂ. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മെഴുകുതിരി കമ്പനിക്ക് പൈസ കിട്ടുന്നല്ലാതെ ഒന്നും സംഭവിക്കില്ല. ഇവിടെ ബലിയർപ്പിക്കുന്ന ഇവിടുത്തെ നമ്മുടെ ഇടവകയാകുന്ന ബലിയ അർപ്പണത്തിൽ അവിടെ ഈശോ കടന്നു വരുന്നുണ്ട്. യുഗാന്ത്യം വരെ എന്ന് ഞാൻ നിങ്ങളുടെ കൂടെയുണ്ടെന്ന് പറഞ്ഞ ദൈവം ഈ ബലി മധ്യത്തിൽ ദൈവം കടന്നു വരും. ഒരു അപ്പവിടത്തെ ആശീർവദിച്ചു കഴിയുമ്പോൾ ഈശോയുടെ ശരീരവും രക്തവുമായി മാറുന്നു. അത് സ്വീകരിക്കാൻ നമുക്ക് മനസ്സില്ല. നമുക്ക് 1000 മെഴുകുതിരി കത്തിക്കാൻ നമുക്ക് മനസ്സുണ്ട്, നമുക്ക് മറ്റു പല കാര്യങ്ങളും നമുക്ക് മനസ്സുണ്ട്. പക്ഷേ യഥാർത്ഥമായ ഈ ബലിയിൽ ഭക്തിയോടുകൂടി പങ്കെടുത്ത എന്റെയും നിങ്ങളുടെയും വേദനകൾ ഈശോ ഏറ്റെടുക്കും. എത്ര മക്കൾക്ക് ഇത് വിശ്വസിക്കാൻ സാധിക്കുന്നു? പ്രിയമുള്ളവരെ, ബലിയാണ് എല്ലാത്തിനെയും ഉത്തരം. ഭക്തിയോടുകൂടി ബലി പങ്കെടുത്ത ഈ 17 വർഷക്കാലം ബലിയിൽ നിന്ന് കിട്ടിയതല്ലാതെ എനിക്കൊന്നും കിട്ടിയിട്ടില്ല. പ്രിയമുള്ളവരെ, ബലിയോട് ചേർന്ന് നിന്നപ്പോൾ എനിക്ക് ദൈവം നൽകിയ അനുഗ്രഹങ്ങൾ എണ്ണിയ തീരാത്തതുണ്ട്. ഇത് നിങ്ങളും ഇത് അനുഭവിച്ചറിയാൻ വേണ്ടിയാണ് പറയുക. പ്രിയമുള്ളവരെ, ഓർക്കുക, ഒരു കാലഘട്ടത്തിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഏറ്റവും പുറയിലാണ് എൻ്റെ സീറ്റ്. ആ വാതിൽ പടിയിലായിരുന്നു. അവിടെ നിന്നും ദൈവം എന്നെ മുന്നിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന ബലിയുടെ വില മനസ്സിലാക്കിക്കൊണ്ടാണ് ആ 1ാം സ്ഥാനത്ത് നിൽക്കുക. ഞങ്ങളുടെ പുതുപ്പാടി ഇടവക ദേവാലയത്തില് പ്രിയമുള്ളവരെ, ഏറ്റവും ഫ്രണ്ടില് 1ാം സ്ഥാനത്ത് നിന്നുകൊണ്ട് ബലിയിൽ പങ്കെടുക്കണമെങ്കിൽ അതിന് ദൈവം എന്നെ ആ ബലിയുടെ വില മനസ്സിലാക്കി തന്നതുകൊണ്ടാണ്. നമ്മളും അങ്ങനെ ചെയ്യണം. പ്രിയമുള്ളവരെ, ബലിയോട് ചേർന്ന് ഈ വൈദികൻ അർപ്പിക്കുന്ന ബലിയോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചാൽ നമ്മുടെ വിഷമങ്ങൾ ഈശോ ഏറ്റെടുത്തിരിക്കും. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല, വേദനിക്കേണ്ട കാര്യമില്ല. ഒരു 3/4 മണിക്കൂർ നമ്മുടെ ഇടവകയാകുന്ന ആ ദേവാലയത്തിലേക്ക് പോയി അർപ്പിക്കുന്ന ബലിയോട് ചേർന്ന് ഭക്തിയോടുകൂടി പങ്കെടുത്താൽ നമ്മുടെ വിഷമങ്ങളും നമ്മുടെ രോഗപീഠകളും ഈശോ ഏറ്റെടുക്കും. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ,